അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മൾ ഇന്നതേ പറൂര് പുഴയുടെ തീരത്താണ്. അവിടുത്തെ ഒരു ചേട്ടൻ വല വീശിയാക്കിയാണ്. വല വീശിയിട്ട് കരിമീൻ വലയാണ് വീശിയാക്കണം കേട്ടോ. കരിമീൻ വല വീശിയിട്ട് ഇതേ വെള്ളത്തിലേക്ക് ഇറങ്ങിയാക്കിയാണ്. ഇനി അതിനകത്ത് വെള്ളത്തിലിറങ്ങി കല്ലുകളുടെ ഭാഗത്താണ് ഈ വല വീശുന്നത്. അവിടെ വലകളിൽ ഉടക്കി കിടക്കണ കരിമീനുകളുണ്ടാകുന്ന മുങ്ങി നോക്കിയാണ് ചേട്ടൻ. മുങ്ങി നോക്കി ഉണ്ടെങ്കിൽ കിട്ടണ കരിമീനെ പിരിച്ചിടും. അതിനുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണണേ കേട്ടോ. അപ്പോൾ മുങ്ങിത്തപ്പി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗത്ത് മുങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കരിമീനുകൾ കിടപ്പുണ്ടോയെന്ന്. അതേ ഒരു കരിമീനെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതേ പിരിക്കണുണ്ട് ആൾ. കണ്ട കൈ കൊണ്ട് പിരിച്ച് വെള്ളത്തിനടിയിൽ വെച്ച് തന്നെ പിരിച്ച് വലയിൽ ഇറങ്ങണ കാണണേ കേട്ടോ. അങ്ങനെ കിട്ടണ മീനെയൊക്കെ പിരിച്ചിടും. അധികം ആഴമില്ലാത്ത ഭാഗമാണ്. എന്നാലും കണ്ട മുങ്ങി നോക്കിയാൽ ഇതേണ്ട കരിമീനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടണ കരിമീനൊക്കെ അരയിലൊരു തുണി കെട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട ചേട്ടെ. ഇതുപോലെ വല വിരിഞ്ഞ് കിടക്കണ എല്ലാ ഭാഗത്തും കാലുകൊണ്ട് എടുത്ത് നോക്കും. അപ്പോൾ കാലുമ കിട്ടണമെങ്കിൽ കാലുമേന്ന് പിരിച്ചെടുത്ത് മീനെടുക്കും. അതല്ലെങ്കിൽ ഇതേപോലെ മുങ്ങി നോക്കും. ഇത്തിരി ആഴമുള്ള ഭാഗത്തൊക്കെ ആണെങ്കിൽ ഇതേപോലെ മുങ്ങി നോക്കിയാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ രീതിയിൽ തെളിഞ്ഞ വെള്ളമാണ്. മുങ്ങി നോക്കിയിട്ട് കാണുന്ന കരിമീനെയൊക്കെ പിരിച്ചെടുത്ത് ആ തുണിയിലേക്ക് ഇട്ടു. ഈ ഭാഗത്തൊക്കെ നിറയെ മീൻ കൂടുകളുണ്ട് കേട്ടോ. ഇത് ചെറായി പറവൂർ റോഡിൻ്റെ ഉൾഭാഗത്തുള്ളൊരു പുഴയാണ്. ആദ്യം വീശി കിട്ടിയ മീനൊക്കെ ആ കൊല്ലിയിൽ കണ്ട വലക്കൊല്ലിയിൽ ഇട്ട് വെച്ചാക്കേണ്ട. നല്ല അധ്വാനമുള്ള പണി തന്നെയുണ്ട്. വെള്ളത്തിലിറങ്ങി മുങ്ങി തന്നെ എടുത്തില്ലെങ്കിൽ ഈ കരിമീനൊക്കെ കിട്ടില്ല. കാരണം കല്ലുകളുള്ള ഭാഗത്താണ് കരിമീനുകൾ കൂടുതൽ നിൽക്കുന്നത്. അതറിയാവുന്നത് കൊണ്ട് തന്നെ ഇവർ കല്ലുകളുള്ള ഭാഗത്ത് വല വീശിയിട്ടാണ് ഈ ഇറങ്ങണത്. അല്ലെങ്കിൽ വല വലിക്കുമ്പോൾ എന്തായാലും കീറിപ്പോവും. മീനുകളൊന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വലയുടെ ഉള്ളിൽ നിന്ന് ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ട്. കിറ്റൊക്കെ ആ വല വീശിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. ആ കിറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കരിമീനെ കിട്ടിയിരുന്നു കേട്ടോ. കിറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരുന്നത് തങ്ങി നിന്നിരുന്ന കിറ്റായിക്കോളൂ. അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന ഒരു കരിമീനെയും കൂടി ആ ചേട്ടൻ പൊക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കരിമീനുകൾ സുലഭമായ പുഴയാണ് നമ്മുടെ ചെറായിലേക്ക പുഴകൾ. അത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. കരിമീനുകളൊക്കെ നല്ല സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഉപ്പുവെള്ളമുണ്ട് ഇവിടെ. നൻവെള്ളമല്ല, ഉപ്പുള്ള വെള്ളമാണ് നമ്മുടെ നാട്ടിലൊക്കെ കേട്ടോ. കടലുമായിട്ട് ചേർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ നല്ല ഉപ്പുള്ള വെള്ളമാണ് ഇവിടെ. അങ്ങനെ മീനെയൊക്കെ പിരിച്ചിട്ടതിന് ശേഷം വലതെ പതുക്കെ പൊക്കി ആൾ കരയിലോട്ട് കയറേണ്ട. ഇനി വലയൊക്കെ മാടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ മീനുകളെയൊക്കെ കാണാം. അങ്ങനെ കരയിൽ കയറിയ ശേഷം കൊല്ലിയിലിട്ട് വെച്ചിരുന്ന മീനൊക്കെ ആദ്യം എടുത്ത് പുറത്താക്കി ഇറങ്ങി കേട്ടോ. ഇനി ഇതിനകത്തേക്കാണ് കിട്ടിയ മീനുകളൊക്കെ ഇറങ്ങുന്നത്. അവിടെ കിട്ടിയ മീനൊക്കെ അതേ സഞ്ചിയിൽ നിന്ന് എടുത്തത് റോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. കിട്ടിയ കരിമീനൊക്കെ അതേ കിടന്ന് നല്ല പെടയുണ്ടാവും. നല്ല പച്ച കരിമീനുകൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2-3 വലിയും കൊണ്ട് കിട്ടിയ കരിമീനുകളാണ്ടത്. ഇതൊക്കെയാണ് നമ്മളുടെ നാട്ടിൻപുറത്തൊക്കെ കാഴ്ചകൾ. ഇനി കിട്ടിയ കരിമീനൊക്കെ എന്തോരം കിട്ടിയെന്ന് ഞാൻ കൊല്ലിയുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളുടെ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മളുടെ ചാനലിൻ്റെ വിജയം. അപ്പോൾ ഇതേ ഇത്രയും കരിമീനാണ് കിട്ടിയേക്കണത്. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം.